ഗൈസ് ഫൈസിയാണ്. ഡിയർ പോർച്ചുഗൽ അല്ലെങ്കിൽ റൊണാൾഡോ ഫാൻസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മെസ്സിയായിട്ട് കമ്പാരിസൺ നടത്താം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ റൊണാൾഡോ ബെറ്റർ ആണ് നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ ഈ വേൾഡ് കപ്പ് പോലുള്ള ഒരു ടൂർണമെന്റ് വരുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീനയോ ആ ടീമായിട്ട് നിങ്ങൾക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ബിക്കോസ് അർജന്റീന അവർ വെറും ഒരു ടീമല്ല, ദേ ആർ ലൈക്ക് എ ഫാമിലി. മെസ്സി അവരുടെ ഒരു വലിയേട്ടൻ അല്ലെങ്കിൽ ഒരു കാർണോറുടെ സ്ഥാനത്താണ് മെസ്സിയെ അവരുടെ എല്ലാ ടീം അംഗങ്ങളും മെസ്സിയെ കാണുന്നത്, ഇൻക്ലൂഡിങ് അവരുടെ കോച്ചസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മെസ്സിക്ക് വേണ്ടിയാണ് ആ ചങ്ങായി ടാറ്റിക്സ് ഒരുക്കുന്നത് പോലും. ബാക്കി എല്ലാ പ്ലേയേഴ്സും യാതൊരുവിധ ഈഗോ പോലും ഇല്ലാണ്ട് മെസ്സിക്ക് വേണ്ടി അവർ കളിക്കും. ദേ ആർ പ്ലേയിങ് ഫോർ മെസ്സി. പോർച്ചുഗൽ അങ്ങനെ ഒരൊറ്റ പ്ലെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല റൊണാൾഡോയ്ക്ക് വേണ്ടി. റൊണാൾഡോ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടാവും, ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ടാവും, ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുണ്ടാവും. മെസ്സിയുടെ പുറകെ നടന്ന് കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടാവും. പക്ഷേ റൊണാൾഡോയ്ക്ക് ഒരിക്കലും, അല്ലെങ്കിൽ റൊണാൾഡോ നേടിയെടുക്കാൻ മറന്നുപോയത് അർജന്റീന ടീം പോലത്തെ ഒരു ഫാമിലിയാണ് റൊണാൾഡോ നേടാൻ മറന്നുപോയത്. അതങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു സാധനമല്ല, അതിനൊരു ഭാഗ്യം വേണം. അത് നമ്മുടെ എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫാമിലി കിട്ടാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രം നടക്കൂല. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് അർജന്റീനക്കാരുടെ അസൂയുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് അവരുടെ ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അവരൊരു കുടുംബമാണ് ഗൈസ്. ഒരാളെ നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു 10 പേരുമായിട്ട് തല്ലാൻ വരിക എല്ലാ കാര്യത്തിലും. നമ്മുടെ പോർച്ചുഗൽ ടീമിൽ പോലും ഒരു അംഗത്തിന് നേരെ ഫൗൾ വന്നാൽ എത്ര ആൾ അതിൽ ഇടപെടും, ആരൊക്കെ ഇടപെടും. പക്ഷെ അങ്ങനല്ല. ഇപ്പം അർജന്റീനയിലാണെങ്കിൽ ഒരു പ്ലെയർ നിങ്ങളൊന്ന് ഫൗൾ ചെയ്ത് നോക്കി, എത്ര പ്ലെയേഴ്സ് വരുമെന്നറിയോ. ദേ ആർ ലൈക്ക് എ ഫാമിലി മാൻ. ഇന്നലെ മെസ്സി ഗോൾ അടിച്ചപ്പോൾ അവരുടെ കോച്ച് കരയാണ്, സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണീര്. റൊണാൾഡോയ്ക്ക് ഒരു ഗോൾ അടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? സോ ഗൈസ്, ഇറ്റ്സ് എ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. റൊണാൾഡോയ്ക്ക് ഇല്ലാണ്ട് പോയതും മെസ്സിക്ക് കിട്ടിയതും അതാണ്. അതിന്റെ തെളിവാണ് അവരുടെ ഈ പെർഫോമൻസ്. സോ നമുക്കവരെ തോൽപ്പിക്കാനാവില്ല ഗൈസ്.